ഇങ്ങനൊരു സ്ട്രെച്ചിങ് മെഷീൻ നിങ്ങൾ എല്ലാ ജിമ്മിലും ഒട്ടുമിക്ക ജിമ്മിലും കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ പാർട്ടിനാണ് സ്ട്രെച്ച് ആവുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാല് പ്ലേസ് ചെയ്യുന്നതൊക്കെ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. കാല് ഇതേപോലെ പ്ലേസ് ചെയ്യുക, ബാർ ഹോൾഡ് ചെയ്ത് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലോവർ ബാക്കിനാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഒരു കാല് അപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാംസ്ട്രിങ്ങിനാണ് കിട്ടുന്നത്. നമ്മളെ ലെഗിൻ്റെ ബാക്ക് സൈഡിൽ ഹാംസ്ട്രിങ്ങിനാണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഈ പൊസിഷനിൽ നമ്മൾ കാല് ഒന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേപോലെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഗ്ലൂട്ട്സിനും ഹിപ്സിനുമാണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ കാല് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്ത് വെച്ച് ചെയ്യുമ്പം ഹിപ്സ്, ലെഗ്സ് ആൻഡ് ബാക്ക് സ്ട്രെച്ച് ആവുന്നുണ്ട് ഒരേ സമയം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഇതേപോലെ ഇന്നർ തൈക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാല് രണ്ടും ഇതേപോലെ ക്രോസ് ചെയ്ത് വെച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ അപ്പർ ബാറിലേക്ക് കൈ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അപ്പർ ബാക്കിനാണ് കിട്ടുക. നെക്സ്റ്റ് വൺ അപ്പർ ബാറിൽ തന്നെ രണ്ട് കൈയും ക്രോസ് ചെയ്ത് വെച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഷോൾഡേഴ്സാണ് സ്ട്രെച്ച് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യേണ്ടത്.